മഴവെള്ളത്തിന് പുറമെ ജലവിതരണ പൈപ്പും പൊട്ടി. ദുരിതത്തിലായി കുടുംബങ്ങൾ. കനത്ത മഴയിൽ കളമശ്ശേരി പൈപ്പ് ലൈൻ റോഡിൽ പുതുവായി പ്രദേശത്ത് 30ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. 10 മണിയോടെ വെള്ളക്കെട്ട് അല്പമൊന്ന് താഴ്ന്നപ്പോഴേക്കും വാട്ടർ അതോറിറ്റിയുടെ 500 mm ജലവിതരണ പൈപ്പ് വലിയ ശബ്ദത്തോടെ പൊട്ടുകയായിരുന്നു. ഇതോടെ പ്രദേശവാസികൾ ഏറെ ദുരിതത്തിലായി. ഇതിനോട് തൊട്ടുചേർന്നുള്ള കളമശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കൂടിയായ മനാഫ് പുതുവായിലിൻ്റെ വീട്ടിലോട്ട് വെള്ളം ഇരച്ചു കയറുകയും ചെയ്തു. കാലങ്ങളായി ഇവിടെ ഒരു കലുങ്കിൻ്റെ ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മന്ത്രി പി രാജീവും നഗരസഭ മുൻ ചെയർമാനും ജില്ലാ പ്ലാനിംഗ് ബോർഡ് മെമ്പറുമായ ജമാൽ മണക്കാടനും ചെയർപേഴ്സൺ സീമാക്കണ്ണൻ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തുകയും ചെയ്തു. മന്ത്രിയോട് നാട്ടുകാർ കലുങ്ക് പണിയണമെന്ന ആവശ്യം ഉന്നയിക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി പറയുകയും ചെയ്തു. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ മഴ ഈ പ്രദേശത്ത് പൊതുവായി ഈ പ്രദേശത്തെ വീടുകളിൽ 10-30ഓളം വീടുകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. കുസാറ്റ് സെൻറ്റ് ജോസഫ് ഒരു 5 ഏക്കർ, കുസാറ്റിൻ്റെ ഒരു 5-6 ഏക്കർ സ്ഥലത്തെ വെള്ളം നമ്മുടെ ഈ പ്രദേശത്തേക്കാണ് ഒലിച്ചു വരുന്നത്. ഇത് 1.5-2 മീറ്റർ തോട് വീതിയുള്ള തോട്ടിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത്. എന്നാൽ ഇത്ര കാലങ്ങളായിട്ട് ഇതിൽ നിന്ന് ഒഴുകുന്നത് 500 mm വ്യാസമുള്ള പൈപ്പിൽ കൂടിയാണ് ഈ മഴവെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നത്. 500 mm വ്യാസമുള്ള 2 പൈപ്പാണ് 40 വർഷമായിട്ട് 45-50 വർഷമായിട്ട് ഇവിടെ ഈ മഴവെള്ളം വരുന്നത് ഒഴുകാൻ ആകെ ഉള്ള ഒരു സൗകര്യം. കാലങ്ങളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ പൈപ്പ് നീക്കം ചെയ്തിട്ട് ഇവിടെ ഒരു കലങ്ക് സ്ഥാപിക്കണമെന്ന് കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നഗരസഭയോടും വാട്ടർ അതോറിറ്റിയോടും ഒക്കെ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ ഇതുവരെയായിട്ട് അത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വന്നപ്പോൾ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വാട്ടർ അതോറിറ്റിയുടെ AXC AE ഇവരോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സൗകര്യം എന്ന് വെച്ച് ചെയ്തു കൊടുക്കണം, നാട്ടുകാർക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ ജമാൽ മണക്കാടൻ, പിന്നെ നഗരസഭാ ചെയർപേഴ്സൺ എല്ലാവരും സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഈ പ്രദേശത്ത് 30ഓളം വീടുകളിൽ വെള്ളം കയറി. അത് നാട്ടുകാരെല്ലാവരും കൂടി സഹകരിച്ച് എല്ലാം ക്ലീൻ ചെയ്തു റെഡിയാക്കി. വെള്ളം താഴ്ന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ആലുവയിൽ നിന്ന് കുസാറ്റ് പമ്പ് ഹൗസിലേക്ക് വെള്ളം അടിക്കുന്ന 500 mm വ്യാസമുള്ള സിമൻറ്റ് പൈപ്പ് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഭയങ്കര ശബ്ദത്തോടുകൂടി അങ്ങോട്ട് പൊട്ടുകയും ഇവിടെ മണ്ണ് ഉൾപ്പെടെയുള്ള വെള്ളം ഉൾപ്പെടെയുള്ള ഇത് വീട്ടിലേക്ക് അടിച്ച് കയറി മതിലുൾപ്പെടെ എല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. വീടുകളിലെല്ലാം വെള്ളം കയറി. ഈ പ്രദേശത്തെ വീടുകളിൽ ഇപ്പോൾ മഴവെള്ളം മാറിയതിന് ശേഷമായിരുന്നു ഇത് സംഭവിച്ചത്. എല്ലാ വീടുകളിലും വീണ്ടും വെള്ളം ഉയർന്നു. വീടുകളിലേക്ക് ചെളി വെള്ളം അടിച്ച് കയറി ആകെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. താങ്കളുടെ വീട്ടിലേക്കായിരിക്കും ഏറ്റവും കൂടുതൽ വീട്ടിലേക്കാണ് കയറിയിരിക്കുന്നത്. കാരണം വീടിന് ഫ്രണ്ടിലാണ് ഇത് പൊട്ടിയിരിക്കുന്നത്. ഈ പൈപ്പ് അറിയാം. ഇതിനകത്ത് 4 തവണ ഈ പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അത് 4 തവണയും ചെറിയ പീസ് 1 മീറ്റർ 1.5 മീറ്റർ പീസ് വെച്ചാണ് ഇവർ കണക്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ പൊട്ടിയപ്പോൾ നമ്മളുടെ ആവശ്യപ്രകാരം ഇത് ഫുൾ ലെങ്ത്ത് മാറ്റാമെന്ന് ആവശ്യപ്പെട്ട് ഇപ്പോൾ ഫുൾ ലെങ്ത്ത് പൈപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പണി തീരുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് തീർക്കുമെന്നാണ് അവർ പറഞ്ഞത്. പണി തീർത്ത് പമ്പിങ് നടത്തുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ രാത്രി ചെയ്യാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൈപ്പ് പൊട്ടിയതോടെ ചെളി ഉൾപ്പെടെ കയറിയ മനാഫ് പുതുവായിലിൻ്റെ വീടും മറ്റു വീടുകളും പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് വൃത്തിയാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കളമശ്ശേരി.